സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയിൽ വലിയ ഇടിവ്. കഴിഞ്ഞ വേനൽക്കാലത്ത് തേങ്ങ ഉൽപ്പാദനം കുത്തനെ ഇടിഞ്ഞതോടെ വെളിച്ചെണ്ണ വില 500 രൂപയ്ക്കടുത്തുവരെ എത്തിയിരുന്നു. ഇത്തവണ ഉൽപ്പാദനം വർദ്ധിച്ചതും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഗൾഫിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞതും കേരള വിപണിയിൽ വില കുറയുന്നതിന് ഇടയാക്കി. വിവിധ ബ്രാൻഡുകളിലെ വെളിച്ചെണ്ണ നിലവിൽ കിലോഗ്രാമിന് 210 മുതൽ 260 രൂപ വരെയാണ്. വരും ദിവസങ്ങളിൽ വില ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് വിവരം. ഏപ്രിൽ അവസാനത്തിൽ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 260 രൂപ വരെയായി കുറഞ്ഞു. ഗൾഫ് വിപണി ലക്ഷ്യമിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവർത്തിച്ചിരുന്ന വെളിച്ചെണ്ണ ഉൽപ്പാദന യൂണിറ്റുകൾ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ തേങ്ങ, കൊപ്ര ലഭ്യത വലിയ തോതിൽ വർദ്ധിച്ചു. ചൂട് ഗുണം ചെയ്തു. ഇത്തവണ ചൂട് കൂടിയതും തേങ്ങ വരവ് വർദ്ധിക്കാൻ കാരണമായി. വേഗം മൂപ്പെത്തിയതോടെ വിപണിയിലേക്ക് കൂടുതൽ തേങ്ങ എത്തി. പച്ചത്തേങ്ങ വില കിലോഗ്രാമിന് 80-85 നിന്ന് 40-45 രൂപയിലേക്ക് കുറഞ്ഞു. ഉണക്കത്തേങ്ങ വില 52 രൂപയായി. കൊപ്രയ്ക്ക് 150 രൂപയ്ക്ക് താഴെയായി. 8 മാസത്തിനിടെ പച്ചത്തേങ്ങയ്ക്ക് 40 രൂപ വരെ കുറഞ്ഞു. വെളിച്ചെണ്ണ മില്ലുകൾ ഏറെയുള്ള തമിഴ്നാട്ടിലെ കാങ്കയത്ത് മില്ലുടമകൾ വില താഴുന്നത് കണ്ട് കൂടിയ തോതിൽ സ്റ്റോക്ക് വിറ്റഴിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ വില ഇനിയും താഴ്ന്നേക്കുമെന്നാണ് സംസ്ഥാനത്തെ മില്ലുടമകൾ പറയുന്നത്. രാജ്യത്ത് തേങ്ങ ഉൽപ്പാദനത്തിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് കേരളം. 2017-18 സാമ്പത്തിക വർഷം 845.2 കോടി തേങ്ങയാണ് കേരളത്തിന് ഉൽപ്പാദിപ്പിക്കാനായത്. എന്നാൽ ഓരോ വർഷവും ഉൽപ്പാദനം കുറയുന്നതിനാണ് പിന്നീടുള്ള വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. 2023-24 വർഷത്തെ ഉൽപ്പാദനം 564.7 കോടിയിൽ ഒതുങ്ങുന്നു. കേവലം 5 വർഷം കൊണ്ട് 300 കോടിക്കടുത്താണ് ഉൽപ്പാദനത്തിലുണ്ടായ കുറവ്.